ഹലോ ഹായ് നമസ്കാരം. ഞങ്ങളുടെ യാത്രകൾ എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണേ. ഒരിക്കലും പ്ലാൻ ചെയ്ത് ഞങ്ങളൊരു ട്രിപ്പ് പോകാറില്ല. പെട്ടെന്ന് തോന്നും നമുക്കൊരു ട്രിപ്പ് പോകണമെന്ന്, അപ്പോൾ തന്നെ പായ്ക്ക് ചെയ്യും, ഞങ്ങളങ്ങ് പോകും. അങ്ങനെ എല്ലാ വർഷവും ഞങ്ങൾ പോകുന്നൊരു സ്ഥലമാണ് കേരളത്തിൻ്റെ കാശ്മീരായ മൂന്നാറിലേക്ക്. അവിടുത്തെ ഹരിതാഭയും പച്ചപ്പൊക്കെ കണ്ട് ആ തേയിലത്തോട്ടത്തിലേക്കൊക്കെ ഒന്ന് നോക്കി കുറേ നേരം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ സുഖമുള്ളൊരു കാര്യമാണ്. ഇപ്രാവശ്യം ഞങ്ങൾ പോയത് ഗ്യാപ്പ് റോഡ് വഴിയായിരുന്നു. കഴിഞ്ഞ വർഷവും ഞങ്ങൾ അതേ വഴി പോയി, അതുവഴി ആനേറങ്കൽ ഡാമിലൊക്കെ ഒന്ന് പോയിട്ടാണ് വന്നത്. പക്ഷെ അന്ന് ഞങ്ങളുടെ കൂടെ മോളുണ്ടായിരുന്നില്ല, അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു. കാര്യം പറഞ്ഞാൽ അവൾ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ലൈസൻസ് എടുത്തെങ്കിലും വണ്ടി ഓടിക്കാനുള്ള സാഹചര്യം അന്നൊന്നും ഉണ്ടായില്ല. കാരണം പഠിത്തത്തോട് ബന്ധപ്പെട്ട് എപ്പോഴും അങ്ങനെ ദൂരെ കർണാടകയിലായിരുന്നതുകൊണ്ട് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ഡ്രൈവിങ്ങിന് വേണ്ടിയുള്ളൊരു സമയം മാറ്റി വെക്കാൻ കിട്ടാറുമില്ലല്ലോ. പഠിച്ചത് മെഡിസിൻ ആയതുകൊണ്ട് ഒരുപാട് അവധിയൊന്നും എടുക്കാനും സാധിച്ചില്ല. ഇപ്പോൾ പി ജിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനും കഴിഞ്ഞ് പി ജി എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഉള്ള 2-3 മാസം സത്യത്തിൽ പഠിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ ഉണ്ടാകുന്ന ആ സ്ട്രെയിൻ എന്താണെന്ന്. അപ്പോൾ അതിനൊക്കെ ഒരു റിലാക്സേഷന് വേണ്ടി ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ അവളെ പുറത്തിങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ നമ്മളെ കൂടെയല്ലേ എപ്പോഴും പിള്ളേർ സന്തോഷമായിരിക്കേണ്ടത്, അതുകൊണ്ട് ഞങ്ങളവളെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ട്രിപ്പിന് കൊണ്ടുപോകും. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇതും. ഞങ്ങൾ ഈ ഫോട്ടോയ്ക്ക് ശകലം മടിയുള്ളവരാണ്, എന്നാലും ഈ ഹരിതാഭയും പച്ചപ്പും കാണുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു ഫോട്ടോ എടുക്കാതിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഗ്യാപ്പ് റോഡ് വഴി പോയി ഈ മൂന്നാറിൻ്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാൻ ശ്രമിക്കണം കേട്ടോ. എങ്ങും ഇറങ്ങണ്ടെന്നേ, നമുക്കവിടെ ധാരാളം വ്യൂ പോയിൻറ്റുകളുണ്ട്. ഇതാരാണ് ഇങ്ങനെ ചമച്ച് വെച്ചതെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ചില സീനുകൾ. നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ഈ മൂന്നാറൊന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ KSRTC ടൂറിസത്തിലും മൂന്നാറിലേക്ക് ട്രിപ്പുകളുണ്ട്. അങ്ങനെ ആയാലും പോയാലും നമുക്ക് ഈ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് മടങ്ങി വരാം കേട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ മൂന്നാറിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. താങ്ക് യു.